AD 638 ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ സയ്യിദുനാ യാക്കൂബ് അലൈഹിസ്സലാമിന്റെ പേരാണ് ഇസ്രായേൽ. ഇന്നത്തെ രാജ്യമായ ഇസ്രായേൽ അല്ല. ഇസ്രായേൽ എന്ന പേര് യാക്കൂബ് നബിയുടെ പേരാണ്. ഇസ്രാ എന്ന് പറഞ്ഞാൽ അടിമ എന്നാണ് അർത്ഥം. അബ്ദ്, ഏൽ, ബൈബിളിലൊക്കെ കാണാം ഏലിയ എന്ന് പറഞ്ഞാൽ ദൈവമേ എന്നാണ്. ദൈവത്തിന്റെ അടിമ അബ്ദുള്ള എന്ന ഓമന പേരുണ്ടായിരുന്നു സിർറുൽ അംബിയ സയ്യിദുനാ യാക്കൂബ് അലൈഹിസ്സലാമിന്. യാക്കൂബ് നബിയുടെ പേരാണ് ഇസ്രായേൽ. യാക്കൂബ് നബിയുടെ സന്താന പരമ്പര 12 വലിയ കുടുംബങ്ങളാണ്. ആ സന്താന പരമ്പരയുടെ ചരിത്രത്തെ ഖുർആൻ അടയാളപ്പെടുത്തിയ ബനി ഇസ്രായീൽ اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين. 136 സ്ഥലത്ത് ഇസ്രായേലിന്റെ ചരിത്രം പറയുന്നുണ്ട് ഖുർആൻ. 136 സ്ഥലത്ത് ഇസ്രായേലിന്റെ ചരിത്രം പറയുന്നുണ്ട് ഖുർആൻ. നമ്മൾ ഈ കാലത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ചരിത്ര യാഥാർത്ഥ്യങ്ങളുണ്ട്. എന്നാൽ മൂസാ നബി അലൈഹിസ്സലാമിനും യാക്കൂബ് നബിക്കും മുമ്പ് എത്രയോ സമൂഹം ഇവിടെ കഴിഞ്ഞില്ലേ? ഉണ്ട്. മഹാനരായ സയ്യിദുനാ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം പ്രബോധനം ചെയ്തൊരു സമൂഹമുണ്ട് മെസൊപ്പൊട്ടേമിയയിൽ, ഇറാഖിൽ. അവരിലേക്കാണ് ആദ്യത്തെ മുർസലായ നൂഹ് അലൈഹിസ്സലാം വന്നത്. അവർക്ക് മുമ്പ് പല ആളുകളും കഴിഞ്ഞില്ലേ? സമൂദ് ഗോത്രം കഴിഞ്ഞു. അവർക്ക് മുമ്പേ ആദുകൾ കഴിഞ്ഞു. ഇവരുടെ ഒക്കെ ചരിത്രം പറഞ്ഞതിനേക്കാൾ കൂടുതൽ 136 സ്ഥലത്ത് ഇസ്രായേലിന്റെ ചരിത്രം പറഞ്ഞു. എന്തുകൊണ്ടാണ് 136 സ്ഥലത്ത് ഇസ്രായേലിന്റെ ചരിത്രം പറഞ്ഞത്? പരിശുദ്ധമായ ഖുർആനിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ പറഞ്ഞു, ലോകാവസാനം വരെ വരാനുള്ള മനുഷ്യന് വഴികാട്ടിയാണ് ദ കംപ്ലീറ്റ് കോഡ് ഓഫ് ലൈഫ് പരിശുദ്ധമായ ഖുർആൻ. ലോകാവസാനം വരെ വരാനുള്ള മനുഷ്യരാശിയെ തൊടുന്ന പ്രശ്നങ്ങളൊക്കെയും ഇതുമായി ബന്ധപ്പെട്ട് കിടക്കും. അതുകൊണ്ടാണ് ആയാതു ഹഖ്ഖിൻ മിനർ റഹ്മാനി മുഹ്ദസത്തുൻ ഖദീമത്തുൻ സിഫത്തുൽ മൗസൂഫി ബിൽ ഖിദമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ على حبيبك خير الخلق كلهم. 136 എന്തുകൊണ്ട് പറഞ്ഞു? ഖുർആൻ വളരെ ചുരുക്കി പറയുന്ന വേദമാണ്. 1,24,000 നബിമാരുടെ പേര് ഖുർആനിൽ ഇല്ലല്ലോ. 25 ആളുകളെയാണ് ഖുർആൻ മെൻഷൻ ചെയ്തത്. അങ്ങനെ എത്രയോ സംഭവങ്ങളെ ചുരുക്കി പറയുന്ന ഒരു വേദം 136 തവണ ഇവരുടെ ചരിത്രം പറയാണ്. അതിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ലോകാവസാനം വരെ വരാനുള്ള പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കും. സൂറത്തുൽ ബഖറ ബനൂ ഇസ്രായേലിന്റെ ചരിത്രം പറയുന്നു. ഇസ്രായേലിൽ നടന്ന ചരിത്രങ്ങളെ, ചരിത്ര സംഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഒരു താവഴി മഹാനരായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ജനത, യൂസുഫ് അലൈഹിസ്സലാമിന്റെ ജനത, മൂസ അലൈഹിസ്സലാമിന്റെ ജനത, ഹാറൂൻ നബിയുടെ ജനത, ദാവൂദ് നബിയുടെ ജനത, സുലൈമാൻ അലൈഹിസ്സലാമിന്റെ ജനത, ശംവീൽ നബിയുടെ ജനത, ശംഊൻ നബിയുടെ ജനത, സയ്യിദുനാ നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാം വരെയുള്ള 3 വേദങ്ങളും അവതരിച്ച ജനതയാണ് ഇസ്രായേലികൾ. ഇസ്രായേലിയരെ കേൾക്കുക എന്ന് ബൈബിളിൽ. മഹാനരായ മൂസ അലൈഹിസ്സലാം അവരെയും കൊണ്ട് നടത്തിയ ഫറോവയിൽ നിന്ന് അവരെയും പിടിച്ചുകൊണ്ട് നടത്തിയ യാത്രയാണ് നാം എപ്പോഴും മുഹറം 10 അനുസ്മരിക്കാറുണ്ട്. ഫറോവയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നു സയ്യിദുനാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. അതിനെയാണ് ബൈബിൾ പുറപ്പാട് എന്ന് പറയുന്നത്. അപ്പൊ ചരിത്രം ഇങ്ങനെ പിണഞ്ഞു കിടക്കാൻ. അങ്ങനെ തുടങ്ങിയിട്ട് അവസാനം അവരുടെ പ്രശ്നം എന്തായിരുന്നു? പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, അവരിലേക്ക് വന്ന അമ്പിയാക്കളെ അവർ വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടില്ല. അവരിലേക്ക് വന്ന നബിമാരെ അവർ കൊന്നുകളഞ്ഞു. അവരോ കാനൂ യഖ്തുലൂനൽ അംബിയാ ബിഗൈറിൽ ഹഖ്, മഹാന്മാരായ അമ്പിയാക്കന്മാരെ അവർ കൊന്നുകളഞ്ഞു. മഹാനരായ നബിയുല്ലാഹി യഹ്യ അലൈഹിസ്സലാമിനെ അവർ കൊന്നുകളഞ്ഞു. സക്കരിയ നബി അലൈഹിസ്സലാമിനെ കൊന്നുകളഞ്ഞു. ഈസാ അലൈഹിസ്സലാം മഹാനവറുകളെ കൊല്ലാൻ അവർ വട്ടമൊരുക്കി കാത്തിരുന്നു. അങ്ങനെ ഒരു ജനതയുണ്ടായിരുന്നു. ആ ജനതയോ
അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ മുഴുവനും തള്ളിക്കളയുന്ന ജനതയാണ്. അവരാണ് മഹാരഥന്മാരായ അമ്പിയാക്കളെ വധിച്ചു കളഞ്ഞത്. ആ ജനതയുടെ ചരിത്രം വളരെ സ്പഷ്ടമായി ഖുർആൻ പറയുകയാണ്. നമ്മുടെ കൺമുന്നിൽ അത്യാധുനിക ലോകത്തിന്റെ സംഭവ വികാസങ്ങൾ വരുമ്പോ അവരാരായിരുന്നു എന്ന് വരച്ചിടുകയാണ് ഖുർആൻ. ഈസാ അലൈഹിസ്സലാമിനെ കുരിശിലേറ്റിയത് ജൂതന്മാരാണ് എന്നാണ് ക്രൈസ്തവ വിശ്വാസികൾ വിശ്വസിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്നത് വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹു. ഈസാ നബി അലൈഹിസ്സലാമിനെ ഒരാളും ക്രൂശിച്ചിട്ടില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ തങ്ങളുടെ ദൈവമായ യേശുക്രിസ്തുവിനെ ക്രൂശിച്ച മനുഷ്യർ, അവർക്കെതിരെ യൂറോപ്പിൽ എത്രയോ വലിയ അക്രമങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെയൊന്നും മുസ്ലിങ്ങൾ പ്രതികളല്ല. AD 70 യേശുക്രിസ്തുവിന് ശേഷം 70 കൊല്ലം കഴിഞ്ഞു. ജൂതന്മാർ ഫലസ്തീനിൽ ആരാധിക്കുന്ന സോളമൻ ടെമ്പിൾ തകർത്തു കളഞ്ഞു. ടൈറ്റസ് റോമക്കാരനായിരുന്നു. റോമക്കാരനായ ടൈറ്റസ് ആണ് ഏറ്റവും വിലപിടിപ്പുള്ള സമ്പാദ്യങ്ങളിൽ ഒന്നാണ് എന്നവർ വിശ്വസിക്കുന്ന ആരാധനകളുടെ കേന്ദ്രമായ സോളമൻ ടെമ്പിൾ തകർത്തു കളഞ്ഞത്. AD 138 ഹഡ്രിയാൻ എന്ന രാജാവ് കൊന്നുതള്ളിയത് 4 ലക്ഷം ജൂതന്മാരെയാണ്. പിന്നീട് ഇങ്ങോട്ട് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഹിറ്റ്ലർ വരെയുള്ള ആളുകൾ ജൂതന്മാരെ കൊന്നുതള്ളി. കാരണം ആദർശപരമായി, ആശയപരമായി, വിശ്വാസപരമായി അവർ തമ്മിലായിരുന്നു പ്രശ്നം ഉണ്ടായത്. അവിടെയൊന്നും ഇസ്ലാം ഉണ്ടായിരുന്നില്ല. ഇസ്ലാമിന്റെ നീതിയുടെ പാഠം അവിടെയാണ് വായിക്കേണ്ടത്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫലസ്തീൻ പിടിച്ചെടുക്കുന്നത് 638 AD-യിലാണ്. അന്ന് മഹാനവറുകൾ നേരിട്ടാണ് ജെറൂസലമിലേക്ക് ചെന്നത്. അവരെ കാത്തിരുന്നതോ അവിടെയുള്ള എല്ലാ മതവിഭാഗങ്ങളിലും, മജൂസികളിലും, ക്രൈസ്തവരിലും, ജൂതന്മാരിലും എല്ലാം പെട്ട ആളുകൾ മഹാനവറുകളെ കാത്തിരുന്നു. ഖലീഫ, നിങ്ങളെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഖലീഫ. ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കാത്തിരുന്നത് എല്ലാ മതവിഭാഗത്തിലുമുള്ള ആളുകളാണ്. കാരണം അവർക്കറിയാം വരുന്നയാൾ ഇസ്ലാമിന്റെ നേതൃത്വമാണ്. മുസ്ലിമീങ്ങൾ ഇവിടെ വർഗീയതയുണ്ടാക്കുന്നവരല്ല, ചിത്രതയുണ്ടാക്കുന്നവരല്ല, ഡിസ്ക്രിമിനേഷൻ നടത്തുന്നവരല്ല. ഞങ്ങളെ പകുത്തുവെച്ചവര് വർത്തമാനം പറയില്ല. അതുകൊണ്ട് അവരെല്ലാവരും കാത്തിരുന്നു. ഖലീഫ, ഞങ്ങൾക്കുള്ള ആരാധനാ സ്വാതന്ത്ര്യങ്ങൾ, അവകാശങ്ങൾ നിങ്ങളോടൊന്ന് സംസാരിച്ചു തീർപ്പ് കൽപ്പിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകണം. എല്ലാ മതവിഭാഗങ്ങളും കാത്തിരുന്നപ്പോ ജെറൂസലമിലേക്ക് വന്നു ചേർന്ന ഖലീഫയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമുക്കങ്ങനെയാണ് ആകാൻ കഴിയുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അവിടെ വെച്ചിട്ട് ഒരു കരാർ എഴുതി നഫ്രാസിസ് പാതിരി. ആ കരാർ എന്തായിരുന്നു എന്നറിയോ? നഫ്രാസിസ് പാതിരി എഴുതിയ കരാർ, ഓ ഉമറേ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ദേവാലയങ്ങളുള്ള ജെറുസലമിലേക്ക് ജൂതന്മാരെ പ്രവേശിപ്പിക്കാൻ പാടില്ല. അവർക്ക് ആരാധനകൾ നിർവഹിക്കാൻ അവസരം നൽകാൻ പാടില്ല. അവരെ ഇങ്ങോട്ട് നിങ്ങൾ പ്രവേശിപ്പിക്കല്ല. ആ ഒരു കരാർ ഞങ്ങൾക്ക് എഴുതി തരുമോ? നഫ്രാസിസ് പാതിരിയും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും കൂടി എഴുതിയ കരാർ ഇന്നുണ്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്ത് മസ്ജിദ് ഉമറിന്റെ മുന്നിൽ. ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്ന ഒരു കരാറാണത്. എന്താണ്? ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്താണ് ചർച്ച് ഓഫ് ഇൻഫിനിറ്റി. സയ്യിദുനാ ഈസാ അലൈഹിസ്സലാമിനെ മറിയം ബീവി റളിയല്ലാഹു അൻഹ പ്രസവിച്ച സ്ഥലം. അവിടെയാണ് ക്രൈസ്തവ ദേവാലയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതും പഴക്കമേറിയതുമായ പലതും ഉള്ളത്. അതിന്റെ ഒക്കെ അധികാരം മുസ്ലിങ്ങളുടെ കൈകളിലേക്ക് തരാം. ഇന്നും അവിടെ മുസ്ലിം പാറാവുകാരുണ്ട്. മുസ്ലിങ്ങളുടെ കൈകളിലേക്ക് തരാം. പക്ഷെ ഇവരെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ പാടില്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, പറ്റൂല.
നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒരു മതവിഭാഗത്തിനെതിരെ തീരുമാനം എടുക്കാനൊന്നും എനിക്ക് പറ്റൂല. അവർക്ക് ആരാധിക്കണമെങ്കിൽ അവർക്ക് എപ്പോഴും ഫലസ്തീനിലേക്ക് വരാം, അവരെ ഞാൻ തടയൂല. പക്ഷെ അവർ വരുന്നത് കൊണ്ട് നിങ്ങളുടെ ഒരു ദേവാലയത്തിനൊന്നും പറ്റില്ല. ഖലീഫ ഉമറിന്റെ പാറാവുകാരൻ യേശു ക്രിസ്തു ജനിച്ച സ്ഥലത്തിന് കാവലുണ്ടാവും, ധൈര്യമായിട്ട് അയാൾ അവിടെ കാവലുണ്ടാവും. നിങ്ങളുടെ ഒരു ആരാധനാലയത്തിനും ഒരു കേടുണ്ടാവില്ല. ഒരാളുടെയും ആരാധനാലയത്തിനോ ആരാധനാ സ്വാതന്ത്ര്യത്തിനോ തടസ്സം ഉണ്ടാവില്ല. പറയുകയായിരുന്നു സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ചരിത്രം നമ്മൾ നന്നായി മനസ്സിലാക്കി വെക്കണം. ഇസ്ലാമി നീതിയുടെ പാഠമാണ് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. ഒരാളിന്റെയും ആരാധനാ സ്വാതന്ത്ര്യത്തിൽ ഞങ്ങൾ കൈകടത്തില്ല. ഒരാളിന്റെയും ആരാധനകൾക്ക് ഞങ്ങൾ വിലങ്ങുതടിയാവില്ല. നമ്മുടെ ഖലീഫമാരായ മുൻഗാമികളുടെ ജീവിതപാടാണ്. അവരല്ലേ ഏറ്റവും വലിയ ആളുകൾ, അവരല്ലേ ഏറ്റവും വലിയ ആളുകൾ. സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കരാറിനെ നേർപ്പിച്ചെഴുതി. 458 കൊല്ലക്കാലം ജൂതന്മാരായ ആളുകൾ ജെറുസലേമിൽ സ്വൈരവിഹാരം നടത്തിയത് ആ കരാറിന്റെ ബലത്തിലാണെന്ന് ചരിത്രം പറയുകയാണ്. ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ കാലത്ത് മാത്രമല്ല, പിൽക്കാലത്ത് വന്ന ഒരൊറ്റ മുസ്ലിം ഭരണാധികാരിയും ആ കരാറിനെ നേർപ്പിച്ചെഴുതിയില്ല. ആ കരാർ അനുസരിച്ച് അവിടെ ജൂതന്മാര് വന്നു, ആരാധനകൾ നടത്തി, അങ്ങനെ മനോഹരമായി ജീവിച്ചു മുന്നോട്ടു പോയി. ആ കരാറിനെ പറ്റിയില്ല. പിന്നീട് ഫലസ്തീൻ മുസ്ലിങ്ങളുടെ കൈകളിൽ നിന്ന് നഷ്ടമായി. എപ്പോഴാണ് പിന്നെ പ്രശ്നം ഉണ്ടായി തുടങ്ങുന്നത്? ഫലസ്തീനിൽ പ്രശ്നം ഉണ്ടാവുന്നത് 1800കളുടെ അവസാനമാണ്. 1800കളുടെ ഒടുവിലാണ് ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലുള്ള ജൂതന്മാർ ഫലസ്തീനിലെ അറബികൾക്കിടയിലേക്ക് താമസിക്കാൻ വരുന്നത്. അവരവിടെ ലാൻഡ് വാങ്ങിയിട്ട് ഉള്ള സ്ഥലം വളച്ചുകെട്ടി അതിന്റെ ഇടയിൽ ജീവിതം ആരംഭിക്കുന്ന കാലമാണ്. 1897 ലോക സിയോണിസ്റ്റ് സമ്മേളനം നടന്നു. ഞാൻ ആ സമ്മേളനത്തെ കുറിച്ച് ഓർക്കാൻ ഒരു കാരണമുണ്ട്, അതുകൂടി പറഞ്ഞു ബാക്കി ഭാഗങ്ങളിലേക്ക് വരാം. 1897 സിയോണിസ്റ്റ് സമ്മേളനത്തിൽ ഒരു പ്രോട്ടോകോൾ പിറന്നു. ഒന്ന്, ലോകത്ത് അധികാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അധികാര രാഷ്ട്രീയത്തിനു വേണ്ടിയിട്ട് എന്ത് അക്രമവും എന്ത് വഞ്ചനയും ഏത് കുറുക്കുവഴിയും സ്വീകരിക്കുക, കൈക്കൂലി കൊടുക്കേണ്ടി വന്നാൽ കൈക്കൂലി കൊടുക്കുക. സിയോണിസ്റ്റ് പ്രോട്ടോകോളിലെ ഒന്നാമത്തെ നിയമം. സിയോണിസ്റ്റ് പ്രോട്ടോകോളിന്റെ രണ്ടാമത്തെ നിയമം, ലോകത്തെ ജനങ്ങളെയൊക്കെയും നിയന്ത്രിക്കുന്നതിൽ പത്രങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് പത്രങ്ങളിലൂടെ നമ്മൾ തീജ്വാലകളായി ജ്വലിക്കുക, പത്രങ്ങളിൽ നിന്ന് നമ്മൾ ഖനികൾ കൊയ്യുക. പത്രങ്ങൾ നമ്മുടെ വരുതിയിലാക്കിയിട്ട് അതിലൂടെ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചു വിട്ടുകൊണ്ട് നമ്മുടെ ആശയം നമ്മൾ നടപ്പാക്കുക. 1897 സിയോണിസ്റ്റ് പ്രോട്ടോകോൾ സ്വിറ്റ്സർലൻഡിൽ പിറന്നത് അങ്ങനെ. നമ്മുടെ നാട്ടിലെ മനോരമ കാണുമ്പോ, ഇന്നലത്തെയൊക്കെ മനോരമ കാണുമ്പോ ഈ വാർത്ത ഓർമ്മ വരികയാണ്. പാവങ്ങളായ ഫലസ്തീനികൾക്ക് മേൽ മിസൈലുകൾ വീണിട്ട് അവരെ ചികിത്സിക്കാൻ കൊണ്ടുപോയ ഹോസ്പിറ്റലുകൾ ആക്രമിക്കപ്പെട്ടു. അപ്പോഴും നമ്മുടെ മനോരമ പറഞ്ഞത് അത് ഇസ്രായേലിന്റെ റോക്കറ്റ് അല്ലാന്ന്. അവിടുത്തെ ക്രൈസ്തവ വിഭാഗങ്ങൾ നിർമ്മിച്ചു നൽകിയ ഹോസ്പിറ്റലിലേക്ക് പരിക്കേറ്റ മനുഷ്യരെ ചികിത്സിക്കാൻ കൊണ്ടുവന്നപ്പോ മനുഷ്യത്വം ഏതുമില്ലാതെ അതിലും മിസൈൽ ഇട്ടിട്ട് അതിനെ ന്യായീകരിക്കുന്ന പത്രം നമ്മുടെ നാട്ടിൽ. ആലോചിച്ചു നോക്കൂ, ഇന്ന് വാർത്തകൾ കിട്ടാൻ എത്ര വഴിയുണ്ട്. ഒരു വാർത്ത ശരിയാണോ എന്നറിയാൻ 100 കണക്കിന് വഴികളുള്ള കാലം. അതിന്റെ സോഴ്സുകൾ അന്വേഷിച്ചു പോയാൽ ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളെ മനുഷ്യന്റെ വിരൽ തുമ്പിൽ കിട്ടുന്ന കാലത്തും ഇത്തരം നുണകൾ പറയുന്നത്. ആലോചിച്ചു നോക്ക്, നമ്മുടെ വീടിന്റെ വരാന്തകളിലേക്ക് രാവിലെ വരുന്ന പത്രങ്ങൾ പറയുന്ന നുണകൾ മനുഷ്യന്റെ കൈകളിൽ വാർത്തകളെത്തുന്ന കാലത്ത്, മനുഷ്യന്റെ കൈകളിൽ വാർത്തകളെത്തുന്ന കാലത്ത് പോലും ഇത്തരം നുണകൾ പറഞ്ഞിട്ട് സിയോണിസ്റ്റ് രാഷ്ട്രത്തിനൊപ്പം ചേർന്ന് നിൽക്കും. അത്ഭുതമൊന്നുമില്ല. നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നടന്നപ്പോ വാഗൺ ട്രാജഡിയിൽപ്പെട്ടിട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രവർത്തകർ മരണപ്പെട്ടു. ബ്രിട്ടീഷുകാര് കുറെ സ്വാതന്ത്ര്യ സമര പ്രവർത്തകരെ ഒന്നുമില്ല. 1948 ലോകത്തിന്റെ എല്ലാ നീതിയെയും ന്യായത്തെയും മാറ്റിവെച്ചുകൊണ്ട് ബ്രിട്ടന്റെ തോക്കിന്റെ കുഴലിലൂടെ പിറന്ന രാഷ്ട്രമാണ് ഇസ്രായേൽ. അന്നു മുതൽ ഇങ്ങോട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ പാവങ്ങളായ മനുഷ്യരെ കൊന്നു, പാവങ്ങളായ കുഞ്ഞുങ്ങളെ കൊന്നു, പാവങ്ങളായ സ്ത്രീകളെ നശിപ്പിച്ചു. അതുപോലെ അവിടുത്തെ ഓരോ സംവിധാനങ്ങളെയും കൈക്കലാക്കിയും ഒക്കെ വളർന്ന ഒരു രാജ്യത്തിന്റെ ചരിത്രമാണ് ഇത്. നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ട ആളുകളാണ്. ചരിത്രം നമ്മൾ വളരെ ശരിയായി മനസ്സിലാക്കണം. ഇന്നലകളിൽ ചരിത്രത്തിൽ എന്ത് നടന്നു എന്ന് മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ കലാം നോക്കൂ. പരിശുദ്ധമായ ഖുർആൻ ചരിത്രങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചു തരുകയാണ്.
കൃത്യമായ ചരിത്ര രേഖകളെ അവതരിപ്പിച്ച ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മുമ്പിൽ ആ ചരിത്രങ്ങളെ അവതരിപ്പിച്ചു. പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും പഠിപ്പിച്ചു തന്നു. എല്ലാ പ്രയാസങ്ങളുടെ കാലത്തും അതിജയിക്കാനുള്ള വഴിയും പഠിപ്പിച്ചു തന്നു. ഫലസ്തീനിലെ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇന്നുവരെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജനാസ വീഴുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രയാസകരമായ ഒരു സാഹചര്യം. തങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒരു സമൂഹത്തിന്റെ മേലേക്ക് കടന്നുകയറി ആ സമൂഹത്തിന്റെ ജീവിതത്തെ മുഴുവനും താറുമാറാക്കി അവരുടെ രാജ്യവും അവരുടെ വെള്ളവും അവരുടെ സ്ത്രീകളെയും അവരുടെ ഭക്ഷണത്തെയും അവരുടെ ആകാശത്തെയും അവരുടെ വസ്ത്രത്തെയും എല്ലാം കവർന്നെടുത്ത ഒരു രാജ്യം നടത്തുന്ന കിരാതമായ വർത്തമാനങ്ങൾ നമ്മുടെ ചുറ്റും കേട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മനുഷ്യനു വേണ്ടി ശബ്ദിക്കുകയും മനുഷ്യപക്ഷത്തു നിന്ന് വർത്തമാനം പറയുകയും ചെയ്യേണ്ടത് മാനവികത ഹൃദയത്തിലുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഫലസ്തീനിൽ മരിച്ചു വീഴുന്ന മനുഷ്യർക്ക് വേണ്ടി ശബ്ദിക്കേണ്ടത് ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല. ഫലസ്തീനിൽ മരിച്ചു വീഴുന്ന പാവങ്ങളായ പൊന്നോമന മക്കളുടെ ജനാസകൾ കാണുമ്പോൾ കരൾ പൊട്ടേണ്ടത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിലുള്ളവർ മാത്രമല്ല. കുഞ്ഞുങ്ങളുള്ള എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് ആ വേദനകൾ വരണം. എല്ലാവരുടെയും ഉള്ളിലേക്ക് ആ പ്രയാസങ്ങൾ വരണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേദനകളിൽ അവരോടൊപ്പം ഐക്യദാർഢ്യപ്പെടുകയും അവർക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ, ലോകത്ത് സമാധാനമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ. നമ്മുടെ പ്രാർത്ഥനകളൊക്കെയും അങ്ങനെയാണ്. ഇസ്ലാം അങ്ങനെയാണ് ലോകത്തെ പഠിപ്പിച്ചത്. അല്ലാഹുമ്മ അന്തസ്സലാം ومنك السلام وإليك يرجع السلام حينا ربنا بالسلام وأدخلنا دار السلام. ഓരോ പ്രാർത്ഥനയുടെയും ശേഷം നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നത്, അല്ലാഹു ആകുന്ന സർവാധികാരിയുടെ ശമനത്തിന്റെയും സമാധാനത്തിന്റെയും അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹപൂർണമായ സമാധാനത്തിന്റെ വർഷങ്ങൾ ഭൂമിയിൽ പെയ്തിറങ്ങാനാണ്. അല്ലാഹുമ്മ അന്തസ്സലാം. വിശ്വാസികളുടെ പ്രാർത്ഥനകൾ അങ്ങനെയാണ്. വിശ്വാസത്തിന്റെ ജീവിത ശൈലിയും അങ്ങനെയാണ്. നമ്മെ പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അവിടുന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നു. 2 യുദ്ധങ്ങൾ കഴിഞ്ഞു. ഹിജറ 5-ാമത്തെ വർഷം ഹബീബായ നബി തങ്ങൾ ഒരു വാർത്ത അറിയുകയാണ്. മക്കയിൽ ജനങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ല. മക്കയിൽ കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, ഒട്ടകങ്ങൾ ചുരത്തുന്നില്ല, ഈന്തപ്പനകളിൽ നിന്ന് കായ്കൾ ലഭിക്കുന്നില്ല. ചുടുകാറ്റടിച്ചിട്ട് മരുഭൂമി വല്ലാതെ പഴുത്തിട്ടുണ്ട്. ഒരു പ്രയാസത്തിന്റെ കാലത്തെ അവർ ഇങ്ങനെ ജീവിച്ചു തീർക്കുകയാണ്. കരയുകയാണ് മക്ക, അറിയുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി. മഹാനരായ തിരുനബിയുടെ അരികിൽ ഈ വാർത്ത അറിയുമ്പോഴോ ഏതു മക്കയാണ്? ജീവിക്കാൻ അനുവദിക്കാതെ പുറത്താക്കിയ മനുഷ്യരുടെ മക്ക, പാവങ്ങളായ സ്വഹാബിമാരെ മർദിച്ച മക്ക, ബിലാലിന്റെ മക്ക, അമ്മാറിന്റെ മക്ക, ഉമൈറിന്റെ മക്ക, അസ്ഹാബു റസൂലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരില് ശക്തമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ രക്തസാക്ഷിത്വത്തിന്റെ കഥകൾ പറയാനുള്ള മക്ക. ആ മക്കയെ നോക്കി നെടുവീർപ്പോടെയാണ് തിരുനബി നാടുവിട്ടത്. ആ മക്കയിൽ നിന്ന് വന്ന സൈന്യമാണ് ബദറിലും ഉഹദിലും എതിർഭാഗത്തു നിന്ന് കൊല വിളിച്ചത്. ആ സൈന്യത്തിന്റെ മക്ക
ശത്രുതയുള്ള ജനങ്ങൾ ഒന്നടങ്കം പാർക്കുന്ന മക്ക. മക്കയിൽ നിന്നൊരു വാർത്ത വരുകയാണ്, മക്കയിൽ കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളം കിട്ടാനില്ല, ക്ഷാമത്തിലാണ് മക്ക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളെ വിളിക്കുകയാണ്, പോകുമോ മക്കയിലേക്ക്, അവിടുത്തെ അവസ്ഥകൾ പഠിക്കുമോ? ഹിജറ വന്നിട്ട് 5 കൊല്ലമേ ആയിട്ടുള്ളൂ. അബൂ സുഫിയാൻ അന്ന് ഇസ്ലാമിന്റെ ശത്രുതയുടെ പക്ഷത്താണ്. അബൂ സുഫിയാന്റെ വാതിലിൽ ഒരാൾ ചെന്ന് മുട്ടാണ്. അബൂ സുഫിയാൻ വാതില് തുറക്കുമോ? അബൂ സുഫിയാൻ ചോദിച്ചു, നിങ്ങൾ എവിടുന്ന് വരുന്ന ആളുകളാണ്? മഹാനരായ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വിട്ടിട്ട്, മദീനയിൽ നിന്ന് വരുന്നയാളാണു ഞാൻ, എന്റെ പേര് അംർ ഇബ്നു ഉമയ്യ, നിങ്ങൾ എനിക്ക് വാതില് തുറന്നു തരുമോ? അബൂ സുഫിയാൻ വാതില് തുറക്കുന്ന നേരത്ത് അംർ ഇബ്നു ഉമയ്യ എന്ന സ്വഹാബിയുടെ വർത്തമാനം വരികയാണ്. ഞാൻ എന്തിനാണ് വന്നതെന്നറിയുമോ? എന്നെ ആരാണ് പറഞ്ഞയച്ചതെന്നറിയുമോ? എന്നെ പറഞ്ഞയച്ചത് നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞു വിട്ട മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഞാൻ വരുന്നത് മദീനയിൽ നിന്നാണ്. എന്റെ ലക്ഷ്യം എന്താണെന്നറിയോ? നിങ്ങൾ ഇവിടെ പ്രയാസപ്പെടുന്നു എന്നറിഞ്ഞപ്പോ മദീനയിലെ പള്ളിയിൽ എഴുന്നേറ്റു നിന്നിട്ട് ലോക നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മദീനക്കാരെ, മക്കക്കാരോ പ്രയാസത്തിലാണ്, അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ലാത്ത അവസ്ഥയുണ്ട്, അവര് വല്ലാതെ പൊറുതിമുട്ടുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കൈകളിലുള്ള ധാന്യങ്ങൾ തരാമോ? കാരക്ക തരുമോ? ഭക്ഷണങ്ങൾ തരാമോ? കയ്യിലുള്ളതെല്ലാം നിങ്ങൾ കൊണ്ടുവരുമോ? മദീനയുടെ നേതാവ് അതെല്ലാം സ്വരൂപിച്ചു. അംർ ഇബ്നു ഉമയ്യയെ പറഞ്ഞയച്ചു. അംർ ഇബ്നു ഉമയ്യ മക്കയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് വരുമോ? മക്കക്കാരുടെ വിശപ്പകറ്റാൻ ഈ ധാന്യങ്ങൾ അവിടെ എത്തിക്കുമോ? ഈ വിഭവങ്ങൾ അവർക്ക് നൽകുമോ? അംർ ഇബ്നു ഉമയ്യ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആട്ടിയോടിച്ച നാട്ടുകാര് വിശന്നുവെന്നറിഞ്ഞപ്പോ, പീഡിപ്പിച്ച നാടിന് വിശക്കുന്നുവെന്നറിഞ്ഞപ്പോ, പ്രയാസങ്ങൾ അവരുടെ നാടിനെ പൊതിഞ്ഞുവെന്നറിഞ്ഞപ്പോ, റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് ഭക്ഷണം അയച്ചു കൊടുത്തു, അവർക്ക് വെള്ളം എത്തിക്കാൻ അവസരം കൊടുത്തു, അവർക്ക് വേണ്ടതെല്ലാം തിരുമേനി അയച്ചു കൊടുത്തു. ആ ഒട്ടകത്തിന്റെ പുറത്തുള്ള ധാന്യങ്ങൾ ഇറക്കി വെക്കുമ്പോ അബൂ സുഫിയാന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വരികയാണ്. അംർ ഇബ്നു ഉമയ്യ മദീനയിലേക്ക് ചെന്നിട്ട് ഞങ്ങളുടെ സഹോദരനായ മുഹമ്മദിനോട് സലാം പറയണേ, ആ മുഹമ്മദിനോട് നന്ദി പറയണേ, ആ മുഹമ്മദിനോട് അന്വേഷണം പറയണേ. അംർ ഇബ്നു ഉമയ്യ, ഓ ഞങ്ങളുടെ സഹോദരനായ മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി പറയണേ. കാരണം ഞങ്ങൾ വല്ലാത്ത ക്ഷാമം അനുഭവിക്കുകയാണ്. അവർക്ക് ക്ഷാമം വന്നു എന്നറിഞ്ഞപ്പോ അവർക്ക് വേണ്ട എല്ലാം നൽകാൻ മദീനത്തെ ജനങ്ങളിൽ നിന്ന് സംഭാവനകൾ സ്വരൂപിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം അത്തരം നീതിയുടെ വർത്തമാനങ്ങളെ ലോകത്ത് ചെയ്തിട്ടുള്ളൂ.